ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എക്കോസ്കേപ്പ് ടെക്സ്റ്റിലെ യൂണിറ്റ് 4 സെക്കൻഡ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ എക്കോസ്കേപ്പിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ് മൊഡ്യൂൾ 4 ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് മാൻ മെയ്ഡ് ഡിസാസ്റ്ററാണ് ഇപ്പോഴത്തെ ചാപ്റ്റർ. മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു സഡൻ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഡാമേജ് ഓഫ് സൊസൈറ്റിയാണ്. ഈ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫയർ, കെമിക്കൽ സ്പ്ലിറ്റിംഗ് ഓർ ഓയിൽ സ്പ്ലിറ്റിംഗ്, അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഡീഫോറസ്റ്റേഷൻ, ആക്സിഡൻറ്റ്സ്, ഇത്തരത്തിലുള്ള വാറ്, ഇതെല്ലാം തന്നെ മാൻ മെയ്ഡ് ഡിസാസ്റ്ററിന് എക്സാമ്പിളാണ്. അപ്പം മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സിനെ പറ്റി നമുക്ക് കുറേയൊക്കെ എഴുതാൻ പറ്റും. നമ്മൾ കെയർലെസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് ഈ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഇതൊരുപാട് ജീവനും അതുപോലെ തന്നെ നാച്ചുറിനും ഒക്കെ ഹാംഫുള്ളാണ്. ഇതെന്ന് പറയുമ്പോൾ പീപ്പിളിൻ്റെ ലൈഫ്, അതുപോലെ തന്നെ അവരുടെ മൊത്തം സമ്പാദ്യം, ടോട്ടൽ ലൈഫ് സ്റ്റൈൽസ് എല്ലാം ഒരു മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സിന് മാറ്റാൻ സാധിക്കും. ഇനി ഇവിടെ നമ്മുടെ ഈ യൂണിറ്റിൽ എക്സാമ്പിളായിട്ട് പറയുന്ന ഒരു മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഭോപ്പാൽ ഡിസാസ്റ്ററാണ്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ യൂണിയൻ കാർബൈഡ് സബ്സിഡറി പെസ്റ്റിസൈഡ്സ് പ്ലാന്റിൽ ഉണ്ടായൊരു ദുരിതമാണ് നമ്മുടെ ഭോപ്പാൽ ട്രാജഡി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 2 ഡിസംബറിലാണ് നടക്കുന്നത്, ഒരു നൈറ്റിൽ. 1984 ഡിസംബർ 2 ഒരു നൈറ്റിലാണ് ഇത് നടക്കുന്നത്. 40 ടൺ ഓഫ് ടോക്സിക് മീഥൈൽ ഐസോസൈനേറ്റ് ഗ്യാസ്, MIC ഫുൾ ഫോം ഓർത്തു വെച്ചേക്കുക. മീഥൈൽ ഐസോസൈനേറ്റ് ഗ്യാസ് എമൗണ്ട് എന്ന് പറയുന്നത് 40 ടൺ ഇത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മോർ ദാൻ 5 lakh പീപ്പിൾ ടു ടോക്സിക് ഗ്യാസ്. മോർ ദാൻ 5 lakh പീപ്പിൾ ഈ ടോക്സിക് ഗ്യാസ് ശ്വസിക്കാൻ കാരണമാവുകയും അതവരുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുകയും അതവർക്ക് ഒരുപാട് ജീവൻ്റെ നഷ്ടമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡീനെ ബന്ധപ്പെടുത്തി റിലീവിങ് ദാറ്റ് നൈറ്റ് എന്ന് പറയുന്ന www.bhopal.net എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നെടുത്ത റിലീവിങ് ദാറ്റ് നൈറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിതിലെ മെയിൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ നോക്കാം. ഫസ്റ്റ് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദ ഗ്യാസ് ദാറ്റ് ലീക്ക്ഡ് ഔട്ട് ഓഫ് ദ UCC പ്ലാന്റ് അറ്റ് ഭോപ്പാലിൽ നിന്ന് ആ പ്ലാന്റിൽ നിന്ന് ലീക്കായ ഗ്യാസ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പറഞ്ഞു 40 ടൺസ് ഓഫ് ടോക്സിക് മീഥൈൽ ഐസോസൈനേറ്റ്. എന്താണ്? MIC. 40 ടൺസ് ഓഫ് മീഥൈൽ ഐസോസൈനേറ്റ് ആണ് അവിടെ നിന്ന് ലീക്കായിട്ടുള്ള ആ ഗ്യാസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഒക്കർ? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്നാണ് ഒക്കർ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. കറക്റ്റായിട്ട് എഴുതണം. ഇറ്റ് ഈസ് ഒക്കേർഡ് ഓൺ ദി നൈറ്റ് ഓഫ് 2 ഡിസംബർ 1984. 1984 ഒരു ഡിസംബർ 2 നൈറ്റിലാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഒക്കർ ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ലെഡ് ടു ദ ഗ്യാസ് ലീക്കേജ്? ഗ്യാസ് ലീക്കേജിന് കാരണം എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ, ദ ഡിസാസ്റ്റർ ഹാപ്പൻഡ് ബിക്കോസ് വാട്ടർ എൻറ്റേർഡ് എ ടാങ്ക് കണ്ടെയ്നിങ് മീഥൈൽ ഐസോസൈനേറ്റ്. This caused a chemical reaction which resulted in the pressure release valve to the open and allowed the gas to leak. അതായത് നമ്മുടെ ഈ ടാങ്കിൽ, മീഥൈൽ ഐസോസൈനേറ്റ് സൂക്ഷിച്ചിരുന്ന ടാങ്കിലേക്ക് വാട്ടർ കയറുകയും അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ പോസിബിൾ ആവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് വാൽവ് വഴി ഒരു ഹൈ പ്രഷർ മൂലം ഈ ഗ്യാസ് ലീക്ക് ചെയ്യുകയാണ് ചെയ്തത്. Fourth question, how will you listen to the background sounds while the conversation between you and the caller എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പം നമ്മൾ ആ കോളർ റിപ്പീറ്റായിട്ടൊരു കാര്യം പറയുകയാണ്. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ അയാൾ ഓർ നീ കേട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ കോളർ ആ ഇൻഫോർമേഷൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ലിസൺ ചെയ്യണം. ആ ടൈമിൽ ഈ പോലീസിന് കോളറിനെ ട്രേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് യു ഡു ഇഫ് യു ഹാപ്പൻ ടു ലൊക്കേറ്റ് ദ ബോംബ്? നിങ്ങൾ ആ ബോംബ് ലൊക്കേറ്റ് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, ദ പ്ലേസ് ഷുഡ് ബി
evacuated following the institution's evacuation procedure. Do not go looking for the bomb, nor try to touch it. Leave it to express and help to evacuate the place. അപ്പം നമ്മൾ ഒരു ഇവാക്വേഷൻ പ്രൊസീജിയർ വഴി അത് ഇവാക്വേറ്റ് ചെയ്യാൻ വേണ്ടിയേ ശ്രമിക്കാവൂ. അല്ലാണ്ട് ആ ബോംബിനെ ലുക്ക് ചെയ്യാനോ അതിനെ ടച്ച് ചെയ്യാനോ ശ്രമിക്കാൻ പാടില്ല. ആ പ്ലേസ് ഇവാക്വേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഡിഫൈൻ ആൻഡ്രോപൊജീനിയൻ ഡിസാസ്റ്റർ. ആൻഡ്രോപൊജീനിയൻ ഡിസാസ്റ്റർ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. ആൻഡ്രോപൊജീനിക് hazards and hazards caused by human action or inaction. They are constructed with natural hazards. Anthropogenic hazards may adversely affect human or other organism, biomes and ecosystem. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹ്യൂമൻ്റെ ആക്ഷൻ വഴി അല്ലെങ്കിൽ ഇനാക്ഷൻ വഴി ഫോം ചെയ്യുന്ന ഒരു ഹസാർഡ്സ് ആണ് ആന്ത്രോപൊസീജിയൻ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറൽ ഹസാർഡ്സ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. ആന്ത്രോപൊസീജിയൻ ഹസാർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻസിനും അതർ ഓർഗാനിസത്തിനും നമ്മുടെ ബയോസിനും നമ്മുടെ എക്കോസിസ്റ്റത്തിനും വരെ അഡ്വേഴ്സിറ്റി ആയിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ കരുതി വെച്ചേക്കുക. ഇപ്പോൾ എക്കോസിസ്റ്റം എന്താണ്, ബയോം എന്താണ്, ഇവൻറ്റ്സ് എന്താണ്, അതുപോലെ തന്നെ ആൻഡ്രോപൊജീനിയൻ ഡിസാസ്റ്റർ എന്താണ്, അതുപോലെ തന്നെയുള്ള ടേംസ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why did the survivor of Bhopal gas leakage feel that those who died were lucky? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നോക്കാം. More than 500,000 people were exposed to union carbide poison gases. അതായത് ഒരു 500,000 ഓഫ് പീപ്പിൾ ഈ മീഥൈഡ് ശ്വസിച്ചിട്ടുണ്ട്. പീപ്പിൾ വെയർ കഫിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ പെയിൻ. പീപ്പിൾ ട്രൈ ടു റൺ എവേ ഇൻ ഓർഡർ ടു സേവ് ദെയർ ലൈഫ്സ്. അപ്പം അവർ കഫ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പെയിൻ അവർ ആ സമയത്ത് അനുഭവിച്ചിരുന്നുണ്ട്. അവരവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഓടുകയാണ് ചെയ്യുന്നത്. ദേ ക്ലൈംബ്ഡ് ആൻഡ് സ്ക്രാമ്പിൾഡ് ഈച്ച് other ടു സേവ് ദെയർ ലൈഫ്സ്. അവർ വലിഞ്ഞു കയറുകയും മറ്റൊരാളെ ഇഴച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി. People started dying in the most horrific way. Hashid B, who survived the disaster but lost 5 family members to cancer, has said that those who survived the tragedy were the unlucky ones. അപ്പം ഒരുപാട് പേര് മരിച്ചു വീഴുന്നുണ്ട്. അപ്പം ജീവിച്ചിരുന്ന നമ്മുടെ റാഷിദ് ബി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ക്യാൻസർ ബാധിച്ച് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡീനെ സർവൈവ് ചെയ്തവരാണ് അൺലക്കി ആയിട്ടുള്ള ആളുകൾ. അക്കോർഡിംഗ് ടു ഹെർ ദ ലക്കി വൺ ആർ ദോസ് ഹു ഡൈഡ് അറ്റ് ദാറ്റ് നൈറ്റ്. ആ രാത്രി തന്നെ മരിച്ചവരാണ് ലക്കി ആയിട്ടുള്ള പീപ്പിൾ എന്നാണ് നമ്മുടെ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ സർവൈവർ പറയുന്നത്. റീസൺ ഫോർ ദ ലീക്കേജ് ഇൻ ദ ഭോപ്പാൽ UCC പ്ലാന്റ്. ഭോപ്പാൽ UCC പ്ലാന്റിലെ ലീക്കേജിന് കാരണം എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ, ആൻ ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ബൈ യൂണിയൻ കാർബൈഡ് ആൻഡ് കാർബൺ കോർപ്പറേഷൻ ഷോഡ് ദാറ്റ് എ ലാർജ് വോളിയം ഓഫ് വാട്ടർ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി MIC ടാങ്ക്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിൽ നിന്ന് മനസ്സിലാക്കിയത് നമ്മുടെ MIC ടാങ്കിലേക്ക് ഒരു ലാർജ് വോളിയം ഓഫ് വാട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. This caused a chemical reaction that forced the pressure release valve to open and allow the gas to leak. അപ്പോൾ ഇതൊരു കെമിക്കൽ റിയാക്ഷന് ഫോഴ്സ് ചെയ്യുകയും ഒരു പ്രഷർ ആ വാൽവ് വഴി ഫോഴ്സ് ചെയ്യുകയും ഗ്യാസ് ലീക്ക് ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്തു. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ പ്രൊസീജിയർ ടു ബി ഫോളോവ്ഡ് ഡ്യൂറിങ് എ ബോംബ് ട്രീറ്റ്. ഒരു ബോംബ് ട്രീറ്റ് ടൈമിൽ ഉണ്ടാക്കേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. If the treat is by phone, remain calm and do not panic. Be cool and talk to the person in a normal manner. Prolong the calls as much as you can. Be polite and show interest in what the speaker is conveying. Try to elicit the more details from the caller about the bomb.
its location, etc. Listen carefully for any background noise while nothing down what the caller is saying. Alert the person nearby to inform the police. അപ്പം നമ്മൾ ഒരു ബോംബ് ട്രീറ്റ് ഫോൺ വഴിയാണ് പറയുന്നതെങ്കിൽ നമ്മൾ കാം ആവണം, നമ്മൾ പാനിക് ആവാൻ പാടില്ല. കൂളായിട്ട് ആ പേഴ്സൻ്റെ അടുത്ത് നോർമൽ മാനറിൽ തന്നെ സംസാരിക്കണം. അയാളെ വിളിക്കുകയും നമ്മളൊരു ഇൻട്രസ്റ്റ് ആ സ്പീക്കർ പറയുന്നതിനോട് നമ്മൾ പൊളൈറ്റായിട്ടൊരു ഇൻട്രസ്റ്റ് ഷോ ചെയ്യുക. എന്നിട്ട് നമ്മൾ മോർ ഡീറ്റെയിൽസ് ആ ബോംബ് കാളറിനെ പറ്റി മോർ ഡീറ്റെയിൽസ് ഷോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സസൊക്കെ കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്യുകയും കാളർ എന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും ചെയ്യണം. എന്നിട്ട് നിയർ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാൻ ആ പേഴ്സൻ്റെ അടുത്ത് ആവശ്യപ്പെടണം. ഇത്രയുമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മീഥൈൽ ഐസോസൈനേറ്റ്? മീഥൈൽ ഐസോസൈനേറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ കളർലെസ് ഹൈലി ഫ്ലെയിമബിൾ ലിക്വിഡാണ് that evaporate quickly when exposed to air. It has sharp, strong odor. Methyl isocyanate is used to produce of pesticides, polyurethane foam and plastics. അപ്പോൾ മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്നത് ഒരു കളർലെസ് ആണ്, ഹൈലി ഫ്ലെയിമബിൾ ലിക്വിഡാണ്. ഇത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുകയും എക്സ്പോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊരു ഷാർപ്പ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓർഡറാണുള്ളത്. ഇതെന്ന് പറയുന്നത് പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ ഫോർമേഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ടോക്സിക് ആണ്. ഇറ്റ് ഈസ് ഇറിറ്റേറ്റിംഗ് ആൻഡ് കൊറോസിങ് ഐസ്, സ്കിൻസ്, റെസ്പിറേറ്ററി ട്രാക്റ്റ്. നമ്മളെ റെസ്പിറേറ്ററി ട്രാക്റ്റിന്, സ്കിന്നിന്, ഐസിനൊക്കെ ഇതൊരു ഇറിറ്റേഷൻ ആണ്. എക്സസീവ് exposure can lead to cough, breathing difficulties, swelling of eyes, അൺകോൺഷ്യസ് ആൻഡ് ഡെത്ത്. അപ്പം ഇത് ഓവറായിട്ട് എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ കഫ് ഉണ്ടാവാം, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ഐസൊക്കെ സ്വെല്ല് ചെയ്യാം, അൺകോൺഷ്യസ് ആവാൻ, ഡെത്ത് വരെ സംഭവിക്കാം. വാട്ടർ ആൻഡ് മീഥൈൽ ഐസോസൈനേറ്റ് റിയാക്ട് ടുഗദർ ജനറേറ്റിംഗ് എ ലോട്ട് ഓഫ് ഹീറ്റ്. അപ്പോൾ വാട്ടറും ഐസോസൈനേറ്റ്, നമ്മുടെ മീഥൈൽ ഐസോസൈനേറ്റുമാണ് ചേരുന്നതെങ്കിൽ അത് വളരെ ഡേഞ്ചറാണ്. അതായത് ഒരു വലിയൊരു കെമിക്കൽ റിയാക്ഷൻസിലോട്ട് തന്നെ ഇത് ഫോം ചെയ്യും. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു കെമിക്കൽ റിയാക്ഷൻസിലോട്ട് ഇത് ട്രീറ്റ് ആവുമെന്ന്. ഹീറ്റ് ഈസ് നോട്ട് റിമൂവ്ഡ് എഫക്റ്റീവ്ലി. ഹീറ്റിന് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാനൊന്നും അവിടെ നിന്ന് സാധിക്കത്തില്ല. അപ്പം ഹീറ്റിനെ റിമൂവ് ചെയ്യുന്നതും പാടാണ്. അങ്ങനെയാണ് നമ്മുടെ ഓതർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ the mixture quickly heats up and accelerate the reaction, producing even more heat. The methyl isocyanate, which has low boiling point, soon begins to boil. അപ്പം ഇതിന് ലോ ബോയിലിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് ബോയിൽ ചെയ്യാൻ തുടങ്ങും. when such reaction run out of control, they are known as runaway reactions or thermal runaway reaction. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം സ്പീഡിൽ ഇത് ഫോം ചെയ്യുകയും അതുപോലെ തന്നെ ഇതിനെ റണ്ണവേ റിയാക്ഷൻ അല്ലെങ്കിൽ ടെർമൽ റണ്ണവേ റിയാക്ഷൻസ് എന്നും പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഭോപ്പാലിലും. ഇനി നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യനാണ് നോക്കാനുള്ളത്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ ആ ചാപ്റ്റർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. What is the procedure to be followed in the event of a gas leakage in your college laboratory? നമ്മുടെ കോളേജിൻ്റെ ലാബിൽ ഒരു ഗ്യാസ് ലീക്കേജ് ഉണ്ടായാൽ നമ്മൾ എന്തെല്ലാം പ്രൊസീജിയർ ഫോളോ ചെയ്യും എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ നോക്കാം. ദ മോസ്റ്റ് കോമൺ ലബോറട്ടറി എമർജൻസീസ് ഇൻക്ലൂഡ് കെമിക്കൽ സ്പിൽസ്, ഫയർ ഓർ എക്സ്പ്ലോഷൻ, ഇലക്ട്രിക് ഷോക്ക് ആൻഡ് പേഴ്സണൽ ഇഞ്ചുറീസ്. മോസ്റ്റ് ലബോറട്ടറി ആക്സിഡൻറ്റ്സ് occur due poor planning or lack of attention. Therefore, it is always better to prevent accidents than having to take any actions during an emergency. അപ്പം നമ്മുടെ കോമൺ ആയിട്ടുണ്ടാകുന്ന ലബോറട്ടറി എമർജൻസീസ് ആണ് ഫയർ, എക്സ്പ്ലോഷൻ, ഇലക്ട്രിക് ഷോക്ക്, പേഴ്സണൽ ഇഞ്ചുറീസ് ഒക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിന് കാരണം പുവർ പ്ലാനിങ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് അറ്റൻഷനാണ്. അതുകൊണ്ട് തന്നെ ബെറ്റർ ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്സ് എന്ന് പറയുന്നത് ദാൻ ഹാവിങ് ടു ടേക്ക് എനി ആക്ഷൻ ഡ്യൂറിങ് ആൻ എമർജൻസി. ഒരു എമർജൻസി സമയത്ത് ഏതെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ളൊരു പ്രിവെൻഷൻ മെത്തേഡ്. കെമിക്കൽ സ്പിൽസ് ആർ ദ മോസ്റ്റ് കോമൺ ആക്സിഡൻറ്റ്സ് വെൻ വർക്കിംഗ് ഇൻ എ ലബോറട്ടറി റിക്വയറിംഗ് കെമിക്കൽസ്. ഇംപ്രോപ്പർ ഓർ കെയർലെസ് ഓപ്പണിംഗ്, ഹാൻഡ്ലിങ്സ് ഓർ സ്റ്റോറേജ് ഓഫ് കെമിക്കൽ മൈറ്റ് ലീഡ് ടു കെമിക്കൽ സ്പിൽസ്. Therefore,
Caution needs to be taken when working with the chemicals. Always wear proper personal protective equipment (PPE) to prevent bodily exposure in case of spill. അപ്പം നമ്മൾ കെമിക്കൽസ് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ കെമിക്കൽ സ്പില്ലാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ കെമിക്കൽസിൻ്റെ ഇംപ്രോപ്പർ അല്ലെങ്കിൽ കെയർലെസ് ഓപ്പണിങ്, ഹാൻഡ്ലിങ്, അതുപോലെ തന്നെ സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ്, ഇതൊക്കെയാണ് കെമിക്കൽ സ്പില്ലിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ധരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. While preparing for spills, the following procedure should be considered. Identify the area of the chemical spill. കെമിക്കൽ സ്പില്ലിൻ്റെ ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇൻഫോം ദ ലബോറട്ടറി കോവർക്കേഴ്സ് ഓഫ് ദ സ്പില്ല്. സ്പില്ലിനെ പറ്റി ലബോറട്ടറി കോവർക്കേഴ്സിനെ ഇൻഫോം ചെയ്യണം. ഇവാക്വേറ്റ് ദ ലൊക്കേഷൻ ആൻഡ് ഏരിയ സറൗണ്ടിങ് ദ സ്പിൽ ഇഫ് നെസസറി ആണെങ്കിൽ ആ സറൗണ്ടിങ്സ് ഇവാക്വേറ്റ് ചെയ്യണം. ഐഡൻറ്റിഫൈ ദ സ്പിൽഡ് കെമിക്കൽ ആൻഡ് ദ എമൗണ്ട് ഓഫ് കെമിക്കൽ ദാറ്റ് ഹാസ് സ്പിൽഡ്. ആ സ്പില്ല് ചെയ്ത കെമിക്കലും അതിൻ്റെ എമൗണ്ടും ഐഡൻറ്റിഫൈ ചെയ്യണം. ഡിപ്പെൻഡിങ് ഓൺ ദ ഹാർഡ്നെസ് പ്രോപ്പർട്ടീസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ദ സ്പിൽഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് പ്രോപ്പർ ആക്ഷൻസ് നീഡ് ടു ബി ടേക്കൺ. നമുക്ക് എന്ത് ആക്ഷനാണോ അവിടെ ടേക്കൺ ചെയ്യാനുള്ളത് അതിനെപ്പറ്റി ഡിറ്റർമിൻ ചെയ്യണം. വിയർ പ്രോപ്പർ PPE first before taking any action. Care should be taken to avoid bodily exposure to chemicals. അപ്പോൾ നമ്മൾ ഏതൊരു ആക്ഷൻ എടുക്കുന്നതിന് മുമ്പും PPE ധരിക്കണം. കാരണം നമ്മുടെ ബോഡിയെ എക്സ്പോഷറിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇഫ് പോസിബിൾ മോഡിഫൈ ദ സ്പിൽസ് സോഴ്സ് ടു അവോയ്ഡ് ഫർദർ ഇഷ്യൂസിൽ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്പില്ലിനെ മോഡിഫൈ ചെയ്യണം. ഇഫ് പോസിബിൾ ടേൺ ഓഫ് എനി നിയർ ബൈ ഹീറ്റ് ഓർ ഇഗ്നോഷൻ സോഴ്സ് ഓഫ് കെമിക്കൽ ഈസ് ഫ്ലൈമബിൾ ആവാൻ ചാൻസ് ഉള്ള ഹീറ്റ് അല്ലെങ്കിൽ ഇഗ്നോഷനൊക്കെ നമ്മൾ ടേൺ ഓഫ് ചെയ്യണം. അവോയ്ഡ് ബ്രീത്തിങ് എനി വേപ്പേഴ്സ് ഫ്രം സ്പിൽഡ് കെമിക്കൽസ്. ഇത് സപ്ലൈസ് എക്സ്പെഷ്യലി ടു കെമിക്കൽ ദാറ്റ് ആർ ടോക്സിക് ഓർ ആൻഡ് വോളറ്റൈൽ. നമ്മൾ ഇതിനെ ഈ വേപ്പേഴ്സിന് ബ്രീത്ത് ചെയ്തെടുക്കുന്നത് അവോയ്ഡ് ചെയ്യണം. ഇത് പ്രത്യേകിച്ചും ടോക്സിക് ആൻഡ് വോളറ്റൈൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക തന്നെ ചെയ്യണം. യൂസ് അപ്രോപ്രിയേറ്റ് ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയർ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. All these procedures have to be communicated to all individuals who use chemicals or who might assist during spill cleanup. നമ്മൾ ഈ പ്രൊസീജിയർ എല്ലാം ആരാണോ സ്പിൽ ക്ലീനപ്പിന് വിധേയരാകുന്നത് അവർ ചെയ്തിരിക്കേണ്ടതാണ്. A periodical review and update of these procedures are necessary to ensure that all laboratory workers and familiar with this. എല്ലാ ലബോറട്ടറി വർക്കേഴ്സും ഇതുമായിട്ട് ഫെമിലിയർ ആയിരിക്കണം. മോറോവർ ഇറ്റ് ഷുഡ് ബി എൻഷുർഡ് ദാറ്റ് ആൾ വർക്കേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ എ സ്പിൽ റെസ്പോൺസ് ആർ പ്രോപ്പർലി ട്രെയിൻഡ് ഇൻ സ്പിൽ ക്ലീനപ്പ് പ്രോസസ്സ്. അതുപോലെ തന്നെ സ്പിൽ ക്ലീനപ്പ് പ്രോസസ്സിന് ട്രെയിൻഡ് ആയിരിക്കണം. അപ്പോൾ ഇതാണ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് എസ്സേ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു.